നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൂജിച്ചു കൊണ്ടുവന്ന ആ താലി ഞാൻ എടുക്കാൻ മറന്നുപോയി. പൂജാമുറിന്ന് എടുത്തുന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാ ഞാൻ ഓർത്തത് തിരക്കിനിടയിൽ താലി എടുക്കാൻ മറന്നുപോയി. മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ നേരത്താണ് ഇതൊക്കെ ഓർക്കുന്നത്. കോടീശ്വരനായ വരന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാൻ പോവുകയല്ലേ? എല്ലാവരുടെയും നോട്ടം ചേട്ടനിലായിരിക്കും. വേഷത്തിലും ഭാവത്തിലും കെട്ടിലും മട്ടിലും ഒന്നിലും കുറവ് വരാൻ പാടില്ല. ദേ ഈ ഷോളും കൂടെ തോളിലിട്ട ഒരു കാരണവരുടെ ലുക്ക് കിട്ടും. എന്നെ കിളവനാക്കാനുള്ള പുറപ്പാടാണല്ലേ? അല്ല, സാധാരണ ഭാര്യമാർക്കൊക്കെ ഭർത്താവിനെ 4 പേരുടെ മുന്നിൽ ചെറുപ്പക്കാരനായി കാണാനാണ് ആഗ്രഹം. എന്നെ കുഴിയിലേക്ക് കാല് നീട്ടിരിക്കുന്ന കിളവനായി കാണാനാണ് നിന്റെ ആഗ്രഹം അല്ലേടി? എന്നാ പിന്നെ ഒരു ഊന്നുവടി കൂടെ എടുക്കാമായിരുന്നില്ലേ തങ്കം? കഷ്ടം. അതെ, ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വച്ചേക്ക്. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ ശവത്തിലിട്ടും മൂടാം. അല്ല പിന്നെ ഇതേതാ ഈ പുതിയ അവതാരം? സ്വന്തം പെറ്റമ്മയെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കാ. അച്ഛമ്മയെ ഇത്രയും ചെറുപ്പക്കാരിയെ രൂപപ്പെടുത്തിയത് ഞാനാ. അച്ഛമ്മ അടിപൊളിയായിട്ടുണ്ട്. തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ കല്യാണത്തിന് വരുന്നത്. നിന്റെ നിർബന്ധത്തിന് ഞാനങ്ങ് വഴങ്ങിയെന്നേ ഉള്ളൂ. എന്നാ പിന്നെ മുന്നേ MLA കരുണാകരക്കുറുപ്പിന്റെ അമ്മയും ഇത്തിരി വൃത്തിയും മെനയും ഉള്ളതാണെന്ന് 4 പേര് കരുതിക്കോട്ടെ. ആ ജഗ, നീ വരുന്നു കല്യാണത്തിന്. നീ എന്താ മറുപടി പറയാത്തത്? അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അത് എന്റെ മക്കൾ കേട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പോയി ഫ്രഷ് ആയിട്ട് വാ, ചെല്ലേ. അങ്ങനെ ബുദ്ധി വരട്ടെ. അച്ഛന്റെ വഴിയെ പോയാലേ നിനക്ക് മേൽഗതി ഉണ്ടാവും. ജഗ, ചെല്ലേ, വേഗം റെഡിയാവ്. സാർ, ഇതാടാ സാറൊന്ന് വന്നേ. ഞാൻ ഇപ്പൊ വരാം. എന്താടാ? വന്ദനയെ ഓഡിറ്റോറിയത്തിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ അയച്ച ഗുണ്ടകളുടെ ശ്രമവും പാളി. എന്തുവാടേ ഇത്? ഇത്തവണ വന്ദനയെ രക്ഷിച്ചത് ജഗനല്ല, ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റിയാ? അതാര്? 4-5 പുരുഷന്മാരെ ഒറ്റയ്ക്ക് നിന്ന് നേരിടാൻ കരുത്തുള്ള ഒരാളാണ്. മാത്രമല്ല, ഓഡിറ്റോറിയത്തിലേക്ക് രാഖി അയച്ച ഗുണ്ടകളും സാർ അയച്ച ഗുണ്ടകളും തമ്മിൽ ക്ലാഷായി. രാഖിയും ഗുണ്ടകൾ അയച്ചെന്നോ? അതെ. രാഖിയുടെ ലക്ഷ്യം വന്ദനയിൽ നിന്ന് ദിയമോളെ തട്ടിയെടുക്കലായിരുന്നു. അതും നടന്നില്ല. അപ്പോ വന്ദനയുടെ ശത്രുവായി രാഖിയും രംഗത്തു വന്നിട്ടുണ്ട്. എനിക്ക് വന്ദനയെ വേണം, രാഖിക്ക് ദിയമോളെയും. അങ്ങനെ വരുമ്പോ രാഖിയുമായി
നമുക്കൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായും. ഉം, ഉം, ആ, ആ. രാഹി നമുക്ക് ശക്തമായ പിൻബലമായിരിക്കും. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നാണല്ലോ പറയുന്നേ. ഓ ശരി. എങ്കിലേ രാഖിയുമായിട്ട് എനിക്കുടനെ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യണം. രാഹിയുമായിട്ട് ആലോചിച്ച് ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ, അതാണ്. എങ്കിൽ ഇപ്പോ നീ വാ. ആ? വാടാ. നീ എന്തായി നോക്കുന്നത്? നിനക്കെന്താ ഒരു വല്ലായിക? അതെ, പൂജിച്ചു കൊണ്ടുവന്ന ആ താലി ഞാൻ എടുക്കാൻ മറന്നുപോയി. പൂജാമുറിന്ന് എടുത്തുന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാ ഞാൻ ഓർത്തത് തിരക്കിനിടയിൽ താലി എടുക്കാൻ മറന്നുപോയി. മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ നേരത്താണ് ഇതൊക്കെ ഓർക്കുന്നത്. ചന്ദ്രു, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു വെച്ചത് ശരിയായില്ല. മാധവേട്ട, ഞാൻ ഒരു ന്യായവും പറയണ്ട. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. എനിക്കിപ്പോ മണ്ഡപത്തിൽ എത്താതിരിക്കാനും പറ്റില്ല. നമ്മൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും വിവാഹ സ്ഥലത്തില്ലെങ്കിൽ ആളുകൾ വരുമ്പോ അത് വലിയ മോശമായി പോവും. അതുകൊണ്ട് നീ തന്നെ പോയിട്ട് വാ. പിന്നെ നീ ഒറ്റയ്ക്ക് പോണ്ട. പ്രകാശിനെ മനോജിനെ ആരെങ്കിലും കൂട്ടിക്കോ. ഇനി അവരെ വിളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാം. ചന്ദ്രു, മുഹൂർത്തം കഴിഞ്ഞ് താലിയുമായിട്ട് എത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. നീ ഒരു ടാക്സി പിടിച്ചു പോ. ശരി, ഇനി നിന്ന് സമയം കളയുന്നില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. ശരി, വേഗം ആവട്ടെ. ഈശ്വര, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്തു വയ്ക്കുന്നുള്ള ചന്ദ്രിക. എന്താ ഇങ്ങനെ സംഭവിക്കാൻ? ഭഗവാനെ, വിഘ്നേശ്വര, കൈവിടല്ലേ. നീ ബൈക്കിലാണോ കല്യാണത്തിന് പോകുന്നത്? ഇവിടെ എല്ലാവർക്കും ഒപ്പം കാറിൽ പോയ പോരെ? എന്റെ വീട്ടുകാർ പോകുന്ന കല്യാണത്തിനല്ല ഞാൻ പോകുന്നത്. മനോജിന്റെ സഹോദരി വർഷയുടെ കല്യാണത്തിനല്ലേ നീ പോകുന്നത്? അല്ല, എന്റെ ശത്രുക്കളെ ഒരിക്കലും മിത്രങ്ങളായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അവരോട് ക്ഷമിക്കാനും ഞാൻ തയ്യാറല്ല. എന്നെ സ്നേഹിച്ചാൽ ഞാൻ പ്രാണൻ കൊടുക്കും, അപമാനിച്ചാൽ പ്രാണനെടുക്കും. അതാണ് ജഗന്റെ ഒരു സ്റ്റൈല്. നീ പിന്നെ ഏത് കല്യാണത്തിനാ പോന്നേ? ഞാൻ ഏറ്റവും സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ കല്യാണത്തിനാ ഞാൻ പോകുന്നത്. ജഗത്, ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ അച്ഛനും അമ്മയും പോകുന്ന കല്യാണത്തിന് നീയും പോകുന്നല്ലേ അല്പം മുമ്പ് കുറുപ്പ് സാറിനോട് നീ പറഞ്ഞത്? എന്നല്ല, ഞാനും ഒരു കല്യാണത്തിന് പോകുന്നു എന്നേ പറഞ്ഞുള്ളൂ. ആരുടെ കല്യാണത്തിനാണ് പോകുന്നതെന്ന് അവരാരും ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ജഗത്, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.